ഹായ് സ്റ്റുഡൻസ്, ട്രിവാൻഡ്രം റൈറ്റ് അക്കാഡമിയുടെ കരിയർ കണക്ട് എൻട്രൻസ് സീരീസ് വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോസിൽ NIDയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. NIDയുടെ ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യാനുള്ള സമയമായി എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് വീക്കിൽ ഒരു റിലീസ് ചെയ്തു. പുതിയ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IITകൾ. അവരിലേക്ക് കൊമേഴ്സുകാർക്ക്, ഹ്യൂമാനിറ്റീസ്, സയൻസ് സ്ട്രീം ഇതിലൊക്കെ പഠിക്കുന്ന നിങ്ങൾക്ക് IITയിലേക്ക് പോകാൻ താല്പര്യമുണ്ടാകില്ലേ? കാരണം IIT എപ്പോഴും എഞ്ചിനീയറിംഗ് സ്ട്രീമിന് വേണ്ടി മാത്രമുള്ളതാണ്, അത് സയൻസ് സ്ട്രീമുകാർക്ക് മാത്രമുള്ളതാണ് എന്നുള്ളൊരു തെറ്റായ വിചാരം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളത് മാറ്റേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഹ്യൂമാനിറ്റീസുകാരായിക്കോട്ടെ, കൊമേഴ്സുകാരായിക്കോട്ടെ, സയൻസ് സ്ട്രീമിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് IITകളിലേക്ക് പോകാം. അതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച IITകളിലൊന്നായ IIT ബോംബെ, ദെൻ IIT ഡൽഹി, അത് കഴിഞ്ഞ് IIT ഹൈദരാബാദ്, IIT ഗുവാഹത്തി, IIT റൂർക്കി, അതിനോടൊപ്പം IT എനേബിൾഡ് ഡിസൈൻ പ്രോഗ്രാം ചെയ്യുന്ന IIIT ജബൽപൂർ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി 225 സീറ്റുകൾ. ആർക്കാണെന്നല്ലേ? B ഡിസൈൻ പ്രോഗ്രാമിന്. നിങ്ങൾക്ക് ഡ്രോയിങ് എബിലിറ്റി ഉണ്ട് എങ്കിൽ, നല്ല ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട് എങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. UCEED ജാനുവരി 19 എക്സാം. ജാനുവരി 19 27 സിറ്റികൾ, ഇന്ത്യയിലുള്ള 27 സിറ്റികളിൽ ഈ എക്സാം നടത്തും. 225 സീറ്റ്സ്. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന് വരാം, സയൻസ് സ്ട്രീമിന് വരാം, കൊമേഴ്സിന് വരാം. സ്ട്രീം ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഡ്രോയിങ് എബിലിറ്റി ഉണ്ട് എങ്കിൽ IITകളിൽ പഠിക്കാം. ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് അധികമില്ല, ഒക്ടോബറിൽ എൻഡോടുകൂടി. ഒക്ടോബർ 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ, SC/ST ആണെങ്കിൽ ഓൺലി 2000. മറ്റുള്ള എല്ലാവർക്കും OBC ആയാലും ജനറൽ കാറ്റഗറി ആയാലും 4000 ആണ് ആപ്ലിക്കേഷൻ ഫീസ്. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. IITകളെ കുറിച്ച് സ്വപ്നം കാണാം. കാരണം IITകളിലുള്ള B ഡിസൈൻ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IITയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അന്വേഷിക്കേണ്ടി വരില്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. കാര്യം ക്യാമ്പസ് സെലക്ഷനുകൾ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാമ്പസ് സെലക്ഷൻസ്, പ്ലേസ്മെൻറ്റ് നിയർലി അബൌട്ട് 80 to 85% ആണ്. സാലറി മോശമല്ല. ആവറേജ് പേ പെർ ആനം 22 lakhs ആണ് ഏകദേശം. മീൻസ് പെർ മന്ത് 2 lakhs പെർ മന്ത്. ഹയസ്റ്റ് പേ നോക്കിയാൽ 60 to 80 lakhs പെർ ആനമാണ്. നിയർലി 5+ lakhs പെർ മന്ത്. ഓക്കെ, സോ ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നമുക്ക് വേണ്ട സ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഡ്രോയിങ് സ്കിൽ. ഓക്കെ, അതോടൊപ്പം ന്യൂമറിക്കൽ എബിലിറ്റി. ടോട്ടൽ 300 മാർക്കിനാണ് എക്സാം. 300 മാർക്ക്. ഓക്കെ, 200 മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ബാക്കി 100 മാർക്ക് നിങ്ങളുടെ ഡ്രോയിങ് എബിലിറ്റി ചെക്ക് ചെയ്യും. ടോട്ടൽ 300 മാർക്ക്. ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. ലാസ്റ്റ് ഇയറിൽ എനിക്ക് പരിചയമുള്ള കുട്ടികൾ UCEED എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്, നല്ല റാങ്കിൽ തന്നെ. ഈ 225 സീറ്റ്സിലേക്ക് നിങ്ങൾക്ക് എത്താം. അവസരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലെന്ന് വിചാരിക്കും. ജാനുവരി 19 വരെയുണ്ട്. ജസ്റ്റ് 1 or 2 months ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ഏതേത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ നിങ്ങളുടെ ന്യൂമറിക്കൽ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായ സ്റ്റെപ്സ് എടുക്കുക. ഒന്നുകൂടി പോളിഷ് ചെയ്യുക. എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായി വിജയിക്കാൻ കഴിയും. ഓക്കെ, ചാൻസ് മിസ് ചെയ്യരുത്. കാരണം നമ്മൾ വിദേശത്തെക്കുറിച്ച് സ്വപ്നം കാണും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാനഡയിലൊക്കെ തന്നെ ഒരു വേക്കൻസി, ഒരു വെയിറ്റർ വേക്കൻസി വിളിക്കുമ്പോൾ നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരിക്കും. 3000-ഓളം ആപ്ലിക്കൻസ് ആണ് ഒരു വേക്കൻസി, ഒരു വെയിറ്റർ വേക്കൻസിക്ക്. കാനഡയിൽ മെജോറിറ്റി ആൾക്കാരും ഇന്ത്യൻസാണ്. അപ്പോൾ ഇവിടെ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ വലിയ പഠന ചിലവൊന്നുമില്ല. IIT ബോംബെയിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തൊഴിലേക്ക് എത്താം, അത് റീപേ ചെയ്യാം. ജോബ് ഗ്യാരണ്ടീഡ് ആണ്, നിങ്ങൾ പഠിച്ച ബ്രാഞ്ചിൽ തന്നെ. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഹോബി ഡ്രോയിങ് ആണെങ്കിൽ
നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുതന്നെ നിങ്ങൾക്ക് തുടർന്നും ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഡോണ്ട് മിസ് ദിസ് ചാൻസ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായി തയ്യാറെടുക്കും, നിങ്ങൾക്കുള്ളതാണ് ഈ അവസരം. ഓക്കെ, താങ്ക് യു.